90s അവസാനമൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും ഈ വീട് ഒരുമിച്ച് കൊണ്ടുപോകും. ആണുങ്ങൾക്ക് ജോലി ഉണ്ടോയെന്ന് വെച്ചാൽ ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്. ഈ മെയിൽ ബ്രെഡ് വിന്നർ ആവാൻ മാത്രം സ്റ്റഡിയായ വരുമാനമില്ല. ഇപ്പം 4 ദിവസം വെൽഡറായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു 2 ആഴ്ച ജോലി ഉണ്ടാവില്ല. പിന്നെ ജോലി കിട്ടുമ്പം കൺസ്ട്രക്ഷൻ സൈറ്റിലായിരിക്കും. പിന്നെ ചിലപ്പോൾ ഒരു 3 മാസത്തേക്ക് പണി ഉണ്ടാവില്ല. അപ്പം പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു പണിയായിരിക്കും. ഈ ആണുങ്ങൾക്ക് കൂലിയുണ്ട്, പക്ഷേ എറാറ്റിക്കാണ്. ഇപ്പം സ്ഥിരമായിട്ടൊരു വരുമാനം വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാനില്ലാത്ത പോലെ ഒരവസ്ഥയായി. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് കുടുംബശ്രീ ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് വരുന്നത്. ചീപ്പായിട്ടുള്ള കടം, സ്ത്രീകൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ സെൽഫ് സംരംഭങ്ങൾ തുടങ്ങും. എങ്ങനെയാണ് ഈ ഫ്രീ ടൈം കിട്ടിയത്? ഈ പാവപ്പെട്ട അമ്മമാർ സ്ത്രീധനം കൊടുത്ത്, ഇവരെ ഫാക്ടറി വിടാതിരിക്കാൻ വേണ്ടി സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ച ആ വീടുകളിലെ പെണ്ണുങ്ങളാണ് ഫ്രീ ടൈം ഉള്ളവർ. അങ്ങനെയാണ് ഈ കേരളത്തിൽ ലോവർ മിഡിൽ ക്ലാസ്സിനിടയിൽ ഒരു വീട്ടമ്മവൽക്കരണം വരുന്നത്. അവരുടെ ആ ഫ്രീ ടൈമിനെയാണ് പിന്നെ ഗവൺമെൻറ് സെൽഫ് ഹെൽപ്പ് വെഞ്ചേഴ്സിന് വേണ്ടി വിനിയോഗിക്കുന്നത്.